ഞാറയ്ക്കൽ SKVA LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകത്വ ദിനവും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും 21-ാം തീയതി ശനിയാഴ്ച പകൽ 11 മണിക്ക് ഞാറയ്ക്കൽ ശ്രീ ബാലഭദ്ര ഹാളിൽ വെച്ച് MP ഹൈബിയുടെ നിർവഹിക്കുന്നതിന് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി. SKVA LP സ്കൂളിൻ്റെ വാർഷികം ഈ 21-ാം തീയതി വെള്ളിയാഴ്ച നടത്താം. ഈ വർഷത്തെ വാർഷികത്തെ സംബന്ധിച്ച് സ്കൂൾ അധ്യാപക രക്ഷാകർതൃ ദിനവും വാർഷികവുമാണ്. ഈ വർഷത്തെ വാർഷികത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ സ്ഥാപിതമായിട്ട് ഇപ്പോൾ 99 വർഷം കഴിഞ്ഞു, അടുത്ത 100ാമത് വർഷത്തിലേക്ക് കടക്കാം. അപ്പോൾ 100ാമത് അത് ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനമായിട്ട് കൂടിയാണ് ഈ 21-ാം തീയതി നടക്കുന്ന സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട MP അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം അതിൻ്റെ അകത്ത് സമഗ്രമായി സംബന്ധിക്കുന്നു. ഞാറയ്ക്കൽ കരകൗശല സൊസൈറ്റി സഭയുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ നടക്കുന്നത്. കഴിഞ്ഞ 100 വർഷമായി ഇത് ആണെങ്കിലും അതൊന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പല ഘട്ടങ്ങളിലുള്ള ശ്രമങ്ങളെല്ലാം അവസാന നിമിഷത്തിൽ തള്ളിപ്പോയ ഒരവസ്ഥാവിശേഷത്തിലാണ് ഞങ്ങൾ. എന്തായാലും അതിലൊന്നുമില്ല. ഈ വർഷം ഈ ആഘോഷം അടുത്ത ഒരു വർഷക്കാലത്തേക്ക് വിവിധ പരിപാടികൾ, ക്ലാസ്സുകൾ, കുഞ്ഞുകുട്ടികൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ, അതേപോലെ പഴയ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയി ഉയരങ്ങളിലെത്തിയ ഉന്നതങ്ങളിലെത്തിയവർക്കുള്ള സ്വീകരണം, പഴയ അധ്യാപകർക്ക് സ്വീകരണം, അതുപോലെ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും ഒരു ശതാബ്ദിയുടെ ഭാഗമായിട്ട് അതിൻ്റെ അകത്തൊരു ഭാഗം, പഴയൊരു ഭാഗം ബാക്കി നിൽക്കുന്നുണ്ട്, ഒരു 4 ക്ലാസ് റൂമുള്ളത്. അതൊന്ന് പുതുക്കാനും അതിന് മാത്രമല്ല എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമാക്കി രൂപാന്തരപ്പെടുത്തണമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം. അതെല്ലാം ഈ ജൂബിലി ആഘോഷ വർഷത്തോടനുബന്ധിച്ച് നടത്തണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ചെറിയ സ്കൂളിൻ്റെ കാര്യമാണെങ്കിൽ ശരിയാണ്, ശരിക്കും ഒരു ഞങ്ങൾക്കൊരു ഇപ്പം വിദ്യാഭ്യാസം തന്നെ ഒരു മത്സര രംഗത്തോട്ട് കടന്നിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾക്ക് അത്യാവശ്യം പരസ്യങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റേതായ ഒരു ഇതാവശ്യമാണ്. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഒരു കാര്യം എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ളത്, ഞാൻ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. 1926 ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ അന്നത്തെ മാനേജർ PR കുഞ്ഞപ്പൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം PR കുഞ്ഞപ്പൻ, അദ്ദേഹത്തിൻ്റെ മരണശേഷം കണ്ണപ്പശ്ശേരി അയ്യൻകുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഇദ്ദേഹത്തിൽ നിന്നുമാണ് 1963 AV സഭ സ്കൂളിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് സ്കൂളിൽ 15 ഡിവിഷനുകളും 17 അധ്യാപകരും ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്കൂള് നമ്മുടെ ഈ CBSE സ്കൂളും ഇംഗ്ലീഷ് മീഡിയമൊക്കെ വന്നതോടുകൂടി സ്കൂള് ഡിവിഷനുകളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ അത് 6 ഡിവിഷനായിട്ട് 137 കുട്ടികളോടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അതിന് AV സഭ മാനേജ്മെൻറ്റിൻ്റെയും നല്ലൊരു സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം ഒരു ഓലമേഞ്ഞ കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ മാറ്റം വന്ന് സഭയുടെ പ്രവർത്തന ഫലമായിട്ട് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ട്. ഇനിയും ഭൗതിക സാഹചര്യങ്ങൾ, പഴയൊരു ബിൽഡിങ് കൂടുതൽ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും കൂടിയാണ്. ഞാൻ 1999 ഈ വിദ്യാലയത്തിൽ അധ്യാപികയായിട്ട് വരുന്നത്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപികയായിട്ട് കയറാൻ സാധിച്ചത് ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്.
ഇപ്പോൾ 2006 ഞാൻ HM ആയി. ഇപ്പോൾ 19 വർഷം തികയാൻ പോകുന്നു HM ആയിട്ട്. ആകെ ഇപ്പോൾ 26 വർഷം ആയി. അപ്പോൾ സ്കൂളിൻ്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം AV സഭ മാനേജ്മെൻറ്റ് ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നല്ലൊരു സഹകരണം തന്നെയാണ്. അതുപോലെ നല്ലൊരു PTA-യുമാണ്. ഇനിയും സ്കൂളിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെയും ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.